എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ തൊട്ടടുത്ത് നിൽക്കുന്നത് പരിയാരം പോസ്റ്റ് ഓഫീസിന് സമീപം കല്ലേലി പൗലോസ് എന്ന് പറഞ്ഞ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിന്നമ്മ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും നന്ദിക്കര പോയിട്ട് നന്ദിക്കരയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് KSRTC ബസ്സിലാണ് കയറിയത്. KSRTC ബസ്സിൽ കയറി ആനമല ജംഗ്ഷൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ നോക്കുമ്പോൾ ഈ ചേച്ചിയുടെ കഴുത്തിൽ മാല കാണാനില്ല. 2 പവൻ്റെ മാലയും താലി അടങ്ങുന്നൊരു സംഗതിയായിരുന്നു. അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാലക്കുടി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണക്കാലമാണ്. ഒരുപാട് മോഷണങ്ങളുടെ ഒരു പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ വിലയേറിയ സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ നമ്മൾ കൃത്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടും. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. നിരവധി തട്ടിപ്പ് സംഘങ്ങളും മറ്റ് ഉള്ള ആളുകളൊക്കെ നമ്മുടെ ഈ ഓണവുമായി ബന്ധപ്പെട്ടൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. പൗലോസേട്ടനും ചിന്നമ്മ ചേച്ചിയും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. മാല കിട്ടും തന്നെയാണ് പ്രതീക്ഷ. നന്ദിക്കരയിൽ നിന്ന് കയറി ചാലക്കുടിയിലെ ആനമല ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് കാണാനില്ലാന്ന് കണ്ടത്. നല്ല തിരക്കായിരുന്നു വണ്ടിയിൽ. അപ്പോൾ കൊടകര വന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സീറ്റ് കിട്ടിയിരുന്ന് പിന്നെ ആനമല വന്ന് ഇറങ്ങി. ആനമലയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആള് എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ കഴുത്തിൽ തപ്പി നോക്കുന്നത്. ഇത് എത്ര പവൻ്റെ മാല ആയിരുന്നു? 2 പവനും അത് കൂടാതെ താലി. ഭയങ്കര തിരക്കായിരുന്നു. ആരെങ്ങനെ സംശയം വല്ലതും തോന്നിയ? ഒന്നും തോന്നിയില്ല. അവിടുന്ന് കുറെ പേര് കയറാനുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് പേര് കയറാനുണ്ടായി. പിന്നെ കയറി ഇറങ്ങി ഇന്ന് കുടകര വന്നപ്പോൾ കുറെ കൂടുതൽ ആൾക്കാർ ഇറങ്ങി. അപ്പോഴാണ് സീറ്റ് കിട്ടിയത്. ഈ പിറകിലിരുന്ന ആളുകൾ ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചില്ലല്ലോ? പിന്നെ സൈഡിലുണ്ടായിരുന്ന പരാതി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിലേക്ക് വിളിച്ച് പറഞ്ഞു. KSRTC സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ചിരുന്നു. ബസ്സിൽ അന്വേഷിക്കാൻ പറഞ്ഞു. അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ കണ്ടക്ടർക്ക് വിളിച്ച് എവിടെ ചേട്ടൻ്റെ വീട് എവിടെ വരുന്നത്? പരിയാരം പോസ്റ്റ് ഓഫീസ് വഴി നായങ്ങാടിക്ക് കിടക്കും.